ഹായ് ഓൾ അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വേഗം വീഡിയോ ആയിട്ട് വന്നിന്. എന്താ പറയുക, പണിയെല്ലാം തുടങ്ങിയാൽ നമുക്ക് തിരക്കായി കഴിയുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ സമൂസൻ്റെ ഷീറ്റിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിക്കാൻ എനിക്ക് ഓർഡർ ഉണ്ട് അതിന് കുറച്ചെല്ലാം. അപ്പോൾ അതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയിന്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കാണിക്കണ്ടേ, അങ്ങനെയാണ്. അപ്പോൾ ഇന്നില്ലേ സമൂസൻ്റെ ഷീറ്റാണെന്നുണ്ട്, മസാല ഇല്ല. മസാല നാളത്തെ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഇതിന്നെല്ലാം കാണിച്ചിനല്ലോ, രാത്രി അത്താഴം വെച്ചിട്ടെല്ലാം പുള്ളമാരെല്ലാം കിടന്നിട്ട് ഉറങ്ങിയിട്ട് എല്ലാം നിസ്കരിച്ചിട്ട് ഓതിക്കോടെ എല്ലാം ഉണ്ടായിരുന്നല്ലോ. ഫസ്റ്റല്ലേ ദിക്കറ് ചെല്ലുന്നിയും ഓതുന്നിയും അത്ര കടലാസായി എനിക്ക് ഇത്രയായി അത്രയായി നല്ല ചെല്ലുണ്ടായിന്നറിഞ്ഞാൽ. അങ്ങനെ കിച്ചണിലോട്ട് വൈകുന്നേരം കയറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുക, നോമ്പുറക്കാനുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കണ്ടേ. പുള്ളമാർക്കെല്ലാം നോമ്പുണ്ടല്ലേ. മഷാല എല്ലാവരും നോക്കിന്, എൻ്റെ മക്കളും അനിയത്തിൻ്റെ 2 പിള്ളമാരെല്ലാം ടൈമായ ആൻറ്റി ടൈമായ തയ്ച്ച് ചോദിച്ചോണ്ടാണ് അറിഞ്ഞ പിള്ളേർ. അങ്ങനെ അൽഹംദുലില്ലാ എൻ്റെ മക്കൾക്കും അനിയത്തിൻ്റെ മക്കൾക്കും എല്ലാവരും നോമ്പായി മഷാല. ഈ ചൂടല്ലേ, അപ്പോൾ ഈ വെക്കെ ടെൻഷനാണ് പിള്ളമാർക്ക് നോമ്പ് കൊടുക്കാൻ. എൻ്റെ പിള്ളേർ കഴിഞ്ഞൂറിയ അൽഹംദുലില്ലാ ഫുള്ള് നോക്കീന്. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്നതില്ലേ മക്രോണി അല്ലേ, മക്രോണിയും പിന്നെ ഉള്ളി വച്ചും പിന്നെ ജ്യൂസ് ഫ്രൂട്ട്സ് പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ഡിസേർട്ടും അതാണ് ഇന്നത്തെ നോമ്പ് തുറക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഇല്ലേ കൽത്തപ്പത്തിന് അരിച്ചിട്ടുണ്ടായി, നമ്മളെ ഫ്രൈ പാനിൽ കൂട്ടിയ കൽത്തപ്പില്ലേ അതിന്. അങ്ങനെ അത് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കൂട്ടുന്നുണ്ട്. പയ്യെ നോമ്പ് തുറന്നിട്ടായിട്ടില്ലേ കിച്ചണിൽ കയറാൻ എന്തോ ഒരു മടിയാകുന്നില്ലേ. അപ്പോൾ അതിലുള്ള ടൈമിൽ തന്നെ ഇതിൻ്റെ പണിയൊന്ന് റെഡിയാക്കാൻ നിന്നിട്ടില്ല. ഞാൻ വേഗം കലത്തപ്പം സെറ്റായിട്ട് നിന്നിട്ട് കലത്തപ്പം ഒന്നല്ല അങ്ങനല്ല ഫ്രൈ പാനിലൊട്ടിയത് ഒരു മറിച്ചിടുന്ന എളുപ്പത്തിലുണ്ടാക്കുന്നില്ല അത്. ഇന്ന് ഫസ്റ്റ് നോമ്പായണ്ടെന്നില്ല നല്ല മടിയുണ്ടറിഞ്ഞാൽ ഒരു നല്ല ക്ഷീണവും മടിയെല്ലാം ഉണ്ട്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഇൻഷാല്ലാ ശരിയാവും. ഈ പുറത്ത് നല്ല ചൂടല്ലേ, അതായിരിക്കും നല്ലോണം. പക്ഷേ വീടെല്ലാം എന്തെല്ലാം അറിയുന്നില്ല, പുള്ളമാർ പുറത്തിയല്ലുമില്ല ഉള്ളിൽ തന്നെ. ഞാൻ അന്ന് സ്കൂളെല്ലാം ലീവ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ഇതാണ് എൻ്റെ സ്കൂളിലൊക്കെ ഒന്ന് പോവാതപ്പോൾ ഇക്കുറി. പക്ഷേ എക്സാമെല്ലാം കഴിയാണ്ട് എത്രയല്ലേ അല്ലേ. അപ്പോൾ അതാ എല്ലാം കട്ടാക്കിയിട്ട് അതുമെല്ലാം ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കുന്നുണ്ട്. മിന്നു തന്നെയെല്ലാം ക്ലാസ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവെക്കുന്നുണ്ട്. ഞാനപ്പോൾ പെട്ടെന്ന് ബാക്കിയുള്ളതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഉള്ളി വജ, പിന്നെ അപ്പുറത്ത് എന്താ വേറെ എന്തോ റെഡി മക്രോണി, പിന്നെ ഇപ്പുറത്ത് ജ്യൂസ്, അങ്ങനെയെല്ലാം ഈ ടൈം ആയതേ അറിഞ്ഞിട്ടില്ല. ഞാൻ 5 മണിയാകുമ്പോൾ കിച്ചണിൽ കയറാമെന്നല്ല വിചാരിച്ച് നോക്കുമ്പോൾ അറിയാണ്ട് ഞാൻ കയറുമ്പോൾ 6 മണിയായിപ്പോയി. അങ്ങനെ എല്ലാം കുറച്ചെല്ലാം ഉണ്ടാക്കുന്നത്. 1 മണിക്കൂർ മുമ്പ് കിച്ചണിൽ കയറിയാൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ അല്ലില്ലേ എങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം റംലാൻ്റെ അതിൽ ആയിട്ട് 2 ദിവസമാണ് സെറ്റാണെങ്കിൽ. അപ്പോൾ ഞാനത് കാണിക്കാം നാളെയോ മറ്റന്നാളോ മറ്റോ. ആ വീഡിയോയിൽ ഫുൾ വീഡിയോ ഞാൻ അപ്പം കാണിക്കാം. അങ്ങനെ. അപ്പോൾ അത് അൽഹംദുലില്ലാ അങ്ങനെ ഒന്നാമത്തെ നോമ്പിൻ്റെ സെറ്റപ്പ് എല്ലാം റെഡിയായി. മക്രോണി, ഉള്ളി വജ, ജ്യൂസ്, ഫ്രൂട്ട്സ്, പിന്നെ ഒരു ഡെസേർട്ട്. ഞാൻ പുള്ളമാരോട് പറഞ്ഞു ഒരു ദിവസം 2 റെസിപ്പി ആയിട്ട് നമുക്ക് നോമ്പിന് താക്കാം. അപ്പോൾ കുറേ നമുക്കല്ലേ ചെയ്യാവുന്നത്, അപ്പോൾ ഇതങ്ങ് പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടില്ലേ, പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കാം. നിങ്ങൾ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ സമൂസൻ്റെ ഷീറ്റാക്കുന്ന റെസിപ്പി കാണിച്ചു തരാം. ഓക്കെ. അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങളെ കമൻറ്റും കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്. മാഷാഅല്ലാഹ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്. ഡെയിലി വീഡിയോ ചെയ്യുമോ റെസിപ്പി ചെയ്യുമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതിന് ഇൻഷാഅല്ലാഹ് ഞാൻ പറ്റുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡെയിലി വീഡിയോ ഇട്ടിട്ട് കാണിക്കാം. അപ്പോൾ കുറേ കമൻറ്റെല്ലാം ഇട്ടിട്ട് ഞാൻ കമൻറ്റെല്ലാം വായിക്കുന്നുണ്ട്. ജസ്റ്റ് സ്മൈലായിട്ടും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. ഫുള്ളായിട്ട് തരണമെന്നുണ്ട്, പക്ഷേ ബിസി എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഇൻഷാല്ലാഹ് എല്ലാ കമൻറ്റിനുള്ള റിപ്ലൈ ഞാൻ തരും. എല്ലാവരുടെ കമൻറ്റും ഞാൻ വായിക്കലുണ്ട്. ഇടയിൽ പോയിട്ട് വായിക്കും. പിന്നെ ഞാൻ കിടക്കുന്ന നേരത്തെ നേരെ ഡീറ്റെയിൽ ആയിട്ട് ഫോൺ നോക്കും. അപ്പോൾ നേരെ വായിക്കും എല്ലാവരും പറഞ്ഞാൽ. മാഷാഅല്ലാഹ് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ കമൻറ്റെല്ലാം കാണുമ്പോൾ. അപ്പോൾ അത് ഇതെന്ത് കഥയെന്ന് അറിയോ, നമുക്ക് സമൂസൻ്റെ ഷീറ്റിനുള്ള മൈദയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫുഡ് പ്രോസസ്സില്ലേ അതിൽ ഞാനാണ് റെഡിയാക്കുന്നത്. പെട്ടെന്നാണ് നോക്കിയാൽ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ എന്നെ അടിച്ചെടുക്കുന്നതാണ്. മസാല ജസ്റ്റ് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് അത്ര തന്നെ. അപ്പോഴേക്ക് ഉപ്പും വെള്ളവും ആവശ്യത്തിനുള്ളത് കൂട്ടിയിട്ടില്ലേ അടിച്ചെങ്കിൽ 2 മിനിറ്റിൽ സമൂസൻ്റെ ബാറ്റർ റെഡി. നമുക്ക് എത്ര ഞാൻ അന്നല്ലെങ്കിൽ
എത്ര കഷ്ടപ്പെട്ടിനറിയോ കയ്യിൽ എന്നെ കഴിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. മസാല ഇപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം നല്ല രീതി ഇതിപ്പോൾ കഥ എന്താ പറയുക, പുറത്ത് വർക്ക് നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ സീറ്റിൽ വെക്കാൻ കഴിയുന്നേയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ നിരത്തിരി കാണുമ്പോൾ നമുക്കൊരു പിക്കറല്ലേ, അതുകൊണ്ട് ഞാൻ ജനലിൽ തന്നെ കൈന്നാൻ നോക്കുന്നത് മിക്സി വെക്കാൻ. പക്ഷേ ആ സുജാത കഴിയുന്നുണ്ട്, ഈ പ്രീതിനത് കുറച്ചിങ്ങനെ നീണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ മിക്സി അടിക്കുമ്പോൾ ഇങ്ങനെ കൈയോട് പിടിച്ചിട്ട് അടിച്ചതെന്ന്, പക്ഷേ അത് പൂന്ന പോലെ ആയിട്ട് എനിക്ക് പേടിയായി. ഞാൻ അതിനെ മെല്ലെ ഒന്ന് താഴെ വെച്ചിട്ട് സീറ്റിൽ തന്നെ വെച്ചിട്ട് പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ തന്നെ ഷീറ്റിൻ്റെ ഓർഡർ ഉണ്ടായിന്. ഇന്നലെ ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഒന്ന് സെറ്റായിട്ടില്ല കിച്ചണിൽ, നാളെ തരാമെന്ന് വെച്ചിട്ട്. അങ്ങനെ ഇന്ന് കുറേ ആൾ ഷീറ്റ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ റെഡിയാക്കുന്നത്. കുറച്ചുണ്ടെങ്കിൽ നമുക്ക് പോയപ്പോൾ മാർക്ക് വന്നിട്ട് അങ്ങനെ ഷീറ്റിനുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. നല്ല പാങ്ങല കുഴച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വെക്കാം. ഈ ബോൾസ് എല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കാവേ. അപ്പോൾ നോക്കിയതാ ഗ്യാസിന് ഞാനിപ്പോൾ ടേബിളിൻ്റെ മുകളിൽ ഇട്ടിന്. ബാക്കി എല്ലാ സംഭവവും ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. ഭയങ്കര പിക്കറായിട്ട് ഞങ്ങൾക്ക് ഒരു വക ഭ്രാന്താന്ന് പറഞ്ഞു ഈ കിച്ചണിൽ ഓർഡർ എടുക്കുമ്പോൾ. പുറത്ത് തന്നെ ആകുമ്പോൾ ഇല്ലേ, ഞാനിപ്പുറത്ത് കിച്ചണ് സംഭവങ്ങളെല്ലാം റെഡിയാക്കുമ്പോൾ ഇപ്പുറത്ത് തന്നെ ബേസിനുണ്ടല്ലോ, നടക്കേണ്ടി വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ എല്ലാ സംഭവങ്ങളുണ്ട്, എല്ലാം എടുക്കാനും വെക്കാനും അവിടെ തന്നെ ഉണ്ടോണ്ട് അത്ര ഇതാകുന്നില്ല. ഇതിപ്പോൾ ഇയാൾ അങ്ങോട്ട് ഉള്ളിൽ വർക്ക് ഏരിയ കിച്ചണിൽ സ്റ്റോർ റൂമിലേക്ക് ഇപ്പുറത്ത് ഫ്രിഡ്ജിലേക്ക് ആയിട്ടില്ലേ, നല്ല നടുവമ്പലം ഉണ്ട്, കാലമ്പലം ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഓർഡർ സ്റ്റാർട്ടാക്കാത്തത്. ഇൻഷാ അല്ലാ ഇതൊന്ന് 2-3 ദിവസത്തെ സെറ്റാവും ഇൻഷാ അല്ലാ. അതിന് ശേഷം തന്നെ എടുക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ ഷീറ്റിനാകുമ്പോഴേക്ക് അങ്ങനെ മസാല ആക്കാൻ അങ്ങനത്തെ ഒന്നും പണിയില്ലല്ലോ, ഷീറ്റാക്കി കൊടുക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇന്ന് ഷീറ്റിൻ്റെ ഓർഡർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ നോക്കിയോ, ഞാൻ പെരുത്തുന്നല്ല, നിങ്ങൾ നേരെ നോക്കവേ. ഇങ്ങനത്തെ ഓരോരോ ബോൾസ് ആക്കി, ഇപ്പോൾ ഇത്ര വലിയ ബോൾസ് വേണ്ടെങ്കിൽ ചെറിയ ബോൾസ് ആക്കാം. അതെല്ലാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കാം, കൂട്ടാ കുറയ്ക്കുന്നെങ്കിലെല്ലാം. അപ്പോൾ അതാ ഒരു പൂരിൻ്റെ വലുപ്പത്തിൽ ഇങ്ങനെ എല്ലാം ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതാ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയൊരു ബൗളിൽ ഓയിലെടുത്തിട്ട് അതിന് ശേഷം ഇതിനെ ഓരോരോ ചപ്പാത്തി പഞ്ഞമ്മ പരത്തിയിട്ടില്ലേ, അതിലേക്ക് ഓയിൽ പരട്ടിയിട്ട് അതിന് ശേഷം ഇല്ലേ മൈദ ജസ്റ്റ് ഓയിൽ നല്ല കഞ്ഞിയാക്കാണ്ട് നേരെ തന്നെ പരത്തണം. ഓയിൽ ഈ മൈദക്ക് നല്ല പാങ്ങല്ലേ. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്കില്ലേ ജസ്റ്റ് മൈദ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ വേറൊരു ഞമ്മ പരത്തിയ ഷീറ്റിന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഓരോരാൾ 4-5 ലെയറാക്കലുണ്ട്. പക്ഷെ എനിക്കതൊരു സമാധാനമൊന്നുമില്ല 4-5 ലെയറിലാക്കുമ്പോൾ. ഞാൻ 2 തന്നെയാണ് വെക്കൽ, 1, 2, 3, 4 ഇങ്ങനെ വേണം വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതാ എല്ലാം ഒന്നിങ്ങനെ അട്ടി വെച്ചിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാണുമ്പോൾ. കൗണ്ടർ ടോപ്പിൻ്റെ എല്ലാം അവസ്ഥ നോക്ക്, ഈ മൈദെല്ലാം പരത്തിയിട്ടാകുമ്പോൾ ഇങ്ങനെയല്ല ആകുന്നത്. പുറത്താകുമ്പോൾ കറി നീണ്ട് ഞങ്ങൾക്ക് പറഞ്ഞെങ്കിൽ തീരല്ല, അത്ര ടെൻഷനാണ് ഇവിടെ കച്ചറാകുമ്പോൾ. ഈ കിച്ചണ് ഞാൻ കച്ചറ അധികം ആക്കലേ ഇല്ല. ഇപ്പോൾ ഈ വർക്ക് ഏരിയൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇല്ലെന്നാന്ന്. അല്ലെങ്കിൽ ഞാൻ പുറത്തെ വർക്ക് ഏരിയ കച്ചറൻ്റെ എന്നാന്ന്. അപ്പോൾ അത് കച്ചറായെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ കച്ചറ നമുക്ക് എന്തോ ഒരു ടെൻഷനാന്ന് പറഞ്ഞാൽ. പിന്നെ അൽഹംദുലില്ലാ പുതിയത് വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ അത് ഈ സീറ്റില്ലേ പണിയെല്ലാം ആയിട്ട് ഒരു വെള്ളം കൂട്ടിയിട്ട് ഫുള്ളൊരു സർപ്പൊട്ടിട്ട് ഒരു അടിക്കലാന്ന് പറഞ്ഞാൽ ലിക്വിഡെല്ലാം ഇട്ടിട്ട് അങ്ങനെ. അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് നമുക്കിത് ചെയ്യാം. നിങ്ങൾ നേരെ നോക്കാവേ. ഇങ്ങനെ വെക്കുമ്പോഴല്ലേ ഓയിൽ നല്ല പാങ്ങൽ പുരട്ടണോ, ഇല്ലെങ്കിൽ ഇങ്ങനെ മളത്തുമ്പോൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓയിൽ പുരട്ടിയിട്ട് അതിന് ശേഷം മൈദ ഇട്ടിട്ട് ഞാൻ എല്ലാം അങ്ങനെ ആക്കിയിട്ട് എടുത്തിന്. ഇനിയൊന്നും നോക്കാനില്ല, കുത്തൊക്കെ പരത്തിക്കൊണ്ട് പോകും. ഈ പരത്തുമ്പോൾ റൗണ്ടില്ല പരത്തണ്ട, ഇങ്ങനെ നീളത്തിലും അങ്ങനെ പരത്തപ്പോൾ ഇല്ലേ നമുക്ക് ഷീറ്റ് കട്ടാക്കുമ്പോൾ കുറേ വേസ്റ്റ് ആകുന്നില്ല. കഴിയുന്നത്ര വേസ്റ്റ് ആവാണ്ട് തന്നെ ഇതിൽ കിട്ടുന്നു, മനസ്സിലായോ? ഇതിങ്ങനെ കുത്തൊക്കെ തന്നെ ഒരിക്കൽ ചരിച്ചിട്ട് കുത്തൊക്കെ അങ്ങനെ ആക്കിയിട്ട് പരത്തി കൊടുക്കുക. ഓക്കെ, നമ്മളെ കാസർഗോഡുള്ളവർക്കെല്ലാം നമ്മളെ സ്ലാങ് മനസ്സിലാവും. വേറൊരാളിപ്പോൾ മാഷാഅല്ലാ കണ്ണൂർ അങ്ങോട്ടുള്ളവരെല്ലാം നോക്കുന്നത് നമ്മളെ വീഡിയോ. അപ്പോൾ ചോദിക്കുന്നത് ഏത് ഭാഷയാണ്? നമ്മളെ കാസർഗോഡ് ഭാഷ നമുക്ക് മാത്രമാണെന്ന് തോന്നുന്നു മനസ്സിലാകുന്നത്. അങ്ങനെ. അപ്പോൾ ഇന്നലെ കുറേ ആൾ കമൻ്റ് ഇട്ടിട്ട് ഏത് റെസിപ്പി വേണ്ടിയെന്ന് നോക്കുമ്പോൾ സമൂസൻ്റെ ഷീറ്റ്, സമൂസൻ്റെ മസാല ഷീറ്റ് എന്നെല്ലാം. അപ്പോൾ ഇൻഷാല്ല മസാല ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഷീറ്റ് കാണിക്കുന്നത്. ഓക്കെ, മസാല സംഭവം എല്ലാവർക്കും അറിയുന്ന തന്നെ. എന്തെങ്കിലും സ്പെഷ്യൽ മസാല എല്ലാം ഉണ്ടെങ്കിലെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതാ എത്ര കഴിയുന്ന അത്ര തിന്നായിട്ട് വരുത്തണവേ. അപ്പോൾ തിന്നായിട്ട് വരുത്തി എത്ര സമൂസക്ക് ടേസ്റ്റാണ്. ഓക്കെ, സമൂസ ചൂടുന്ന വീഡിയോസ് എല്ലാം ഞാൻ നാളത്തേൽ കാണിക്കാം. ഓക്കെ, നോക്കിയതാ ഇത്ര തിന്നായിട്ട് വരുന്നോ. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട പരത്തുമ്പോൾ അതിൽ തന്നെ ഒട്ടിപ്പിടിക്കല്ലേന്ന് ഒരിക്കലും ഇല്ല. നമ്മൾ ഓയിലും മൈദയും പരട്ടിനല്ലോ ഫസ്റ്റ്, അതുകൊണ്ട് ആ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം വരില്ല.
അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ഈ ഒരു പാന് വെച്ചിട്ട് നോക്കി അത് ഇതിൽ പിടിക്കുമെന്ന്. പക്ഷേ ഇത് ഫുള്ളായിട്ടില്ല, ഒരു ഇത്തിരി പുറത്ത് വരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെ ഒന്നെങ്ങനെ ചട്ടി ചൂടായതല്ലേ ചുട്ടെടുത്ത്, രണ്ടാമത്തേലും നമ്മളെ പത്തലിൻ്റെ ചട്ടിയില്ലേ ഫ്രൈ പാന് വലുത്, അതാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഇതും അങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുക, ഒന്ന് ഒട്ടിയനെ ഒന്ന് അളത്തി കൊടുക്കുക, അത്ര തന്നെ വേ. അപ്പോൾ ഇത് കുറേ നേരം വെക്കണ്ട, കളറ് മാറും, ഗോൾഡൻ കളറാകുമ്പോൾ വാങ്ങാവില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് ഒന്ന് തിരിച്ച് ഒന്ന് മറിച്ചിട്ട് എടുത്തതാണ് അറിയാം. സമൂസൻ്റെ കട്ട്ലേറ്റ്, ചിക്കൻ കോണ്, കിണ്ണത്തപ്പം, പിന്നെ കുക്കറപ്പം എല്ലാത്തിൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ എല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്കൊരു വീഡിയോ ഇടാം. കഴിഞ്ഞങ്ങ് ഡെയിലി ഇടാൻ നോക്കാം. റംസാൻ ഒരു സ്നാക്സ് എല്ലാം പിള്ളമാരെല്ലാം കഴിക്കുന്നല്ലേ. അപ്പോൾ നമുക്ക് ഓരോരോ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു ഷീറ്റ് അങ്ങനെ എങ്കും ആക്കിയിട്ട് എടുത്ത്, അപ്പോൾ അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നു. അപ്പോൾ ഞാൻ ബൈലോട്ടില്ലേ നമ്മളെ പത്തലിൻ്റെ ചട്ടി തന്നെ വെച്ച്, ഇതെങ്കിൽ എത്ര വേണമെങ്കിൽ സ്പേസ്. ഞാൻ മുമ്പല്ലേ ഇല്ലേ ഇങ്ങനത്തെ ചട്ടി വെച്ചിട്ട് വലിയ ഷീറ്റാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു ഷീറ്റിൽ തന്നെ 10-20 നമുക്ക് കട്ടാക്കിയിട്ട് എടുക്കാൻ കഴിയുന്നത് ഒരു ഷീറ്റിൽ തന്നെ. പക്ഷെ ഇപ്പം ഞാൻ എന്തൊക്കെയാണ് കുറച്ച് ചെറുതാക്കി, ഈ ഉള്ളിൽ സെറ്റാകുന്നില്ല, എനിക്ക് ഒരു നേരാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെറുതാക്കിയിട്ട് ഇതിലിപ്പോൾ ഏകദേശം ഒരു 2, 4, 6, 8, 10 ഷീറ്റെല്ലാം റെഡിയാകുന്നു ഒരു ഷീറ്റിൽ അങ്ങനെ. അപ്പോൾ അത് ഒന്ന് തിരിച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് എടുത്താൽ മതിയാവാ നിങ്ങളും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് ഉണ്ടാക്കിനാന്നല്ലോ. ഓക്കെ, അപ്പോൾ സമ്മാനത്തിൻ്റെ കാര്യം മറക്കണ്ട, നിങ്ങൾ കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്നോ. അപ്പോൾ ആരോ പറയുന്നുണ്ടായിന് കമൻറ്റ് കുറേ ഇടാൻ കഴിയുന്നില്ല, വേറെ എന്തെങ്കിലും ഉണ്ടോ സമ്മാനത്തിന് ഇട്ടിട്ടുണ്ടായി. ഇൻഷാ അല്ലാ ഇനി ഒരിക്കലും നമ്മൾ വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഓരോരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ പാങ്ങല്ലേ. ഇൻഷാ അല്ലാ. അപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞ് നമുക്ക് റംസാൻ്റെ നമുക്ക് വേറൊരു സമ്മാനമല്ലോ ചെയ്യണം. അപ്പോൾ അത് വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ നമ്മളെ 10 ദിവസം ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടുന്ന കുറയ്ക്കേണ്ട ഇട്ടുകൊണ്ടെന്നോ. പിന്നെ ഞങ്ങളോട് പ്രത്യേകിച്ച് പറയാണ്ട് മാഷാ അല്ലാ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാവരും പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടമാണ്, വീഡിയോക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, വീഡിയോ ഇട്ടില്ലെങ്കിൽ മുമ്പത്തെ വീഡിയോ എല്ലാം നോക്കലാന്ന്, വീഡിയോ ഇടാതപ്പോൾ എന്തോ ഒരു കിരക്കരാന്ന് ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നല്ലോ. മാഷാ അല്ലാ പറയുന്നേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ ഈ തിരക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണുന്നല്ലേ, അതിൻ്റെ ഇടയിലാകുമ്പോൾ ഒരിക്കലും ഇടാൻ കഴിയുന്നില്ല. നമുക്ക് കഴിഞ്ഞ എത്ര ഇടാൻ തന്നെ ട്രൈ ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോമ്പിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇൻഷാ അല്ലാ നാളെ അല്ല ഞാൻ മറ്റൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയെന്നല്ലോ. പെട്ടെന്ന് പണി തീർത്തിട്ട് നമ്മൾ പെട്ടെന്ന് കിച്ചണിൽ എങ്ങനെ പോകാമെന്നല്ലോ അതെല്ലാം കാണിച്ചു തരാം. ഫ്രോസൺ ഐറ്റംസ് എല്ലാം റെഡിയാക്കുന്ന വീഡിയോസ് എല്ലാം ചെയ്യണമെന്നുണ്ടായിന്. അപ്പോൾ നമ്മൾ ഈ എന്ത് ചെയ്യുന്നത് ഇപ്പോഴത്തെ പോലെ ഈ തിരക്കും കാര്യങ്ങളായിട്ട് വിചാരിച്ച പോലെ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എപ്പോഴും ഞാൻ ലേറ്റായി പോകുന്നു അപ്പുറം ഇപ്പുറം. ഇപ്പം ഞാൻ എന്നെ വിചാരിച്ചിട്ടുണ്ടായി നോമ്പ് ഒരു ദിവസം മുമ്പ് തന്നെ ഫ്രോസൺ ഐറ്റം എല്ലാം ഉണ്ടാക്കുന്നത്, അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്, ഈ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് വെക്കുന്നത്, അതിൻ്റെ എല്ലാം വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ ഏടാ നമുക്കത് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഒത്തു പോകുന്നില്ല. അൽഹംദുലില്ലാ ഇത്ര കഴിയുന്നത് തന്നെ അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് ഒരുപാട് ശുക്ർ അല്ലേ. അപ്പോൾ അതാ ഷീറ്റ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട്. നേരെ എടുത്തിട്ട് വരുന്നുണ്ടാവേ നമ്മൾ ഓയിലും മൈദയും ഉള്ളിൽ നേരെ വെച്ചെങ്കിൽ ഷീറ്റ് നല്ല ഫ്രീ ആയിട്ട് തന്നെ ഇങ്ങനെ അളത്തി വരുന്നുണ്ട്. നമ്മൾ ഈയിടെ അതിൻ്റെ എൻഡ് കണ്ടുപിടിക്കണം. നമുക്ക് ആ എൻഡ് കണ്ടുപിടിച്ചെങ്കിലേ പെട്ടെന്ന് റെഡിയാകുന്നു. ഇതിൻ്റെ ഇപ്പോൾ എൻ്റെ എനിക്ക് എവിടെ എന്നിട്ട് കാണുന്നില്ല. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കുന്നുണ്ട് എടപ്പാ എന്നിട്ട്. പക്ഷെ കിട്ടുന്നുണ്ട്, നമുക്കതെങ്ങനെ സൂക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഇല്ലേ അതിൻ്റെ ആ കൊടി ഒന്ന് കിട്ടുന്നുണ്ട്. ആ കൊടി ഇങ്ങനെ പിടിച്ചിട്ട് മെല്ലെ ഒന്ന് വലിച്ചു കൊടുത്തെങ്കിൽ കട്ടാവാത്ത നല്ല ഷീറ്റ് കിട്ടുന്നുണ്ട്. നോക്കിയേ, ഒരു ഒട്ടല ഒരു പൊടിക്കല ഒന്നുമില്ല. നേരെ നമ്മൾ ഓയിലും മൈദയും ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇതിൽ ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 1 kg ഷീറ്റാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതാ ഇത്രയെല്ലാം എനിക്ക് 1 kg ഷീറ്റിൽ നിന്ന് കുറച്ച് കൂടുതൽ കിട്ടീന്. പിന്നെ ഇതിൻ്റെ സൈഡെല്ലാം അളിയിട്ട് പോകും. അപ്പോൾ അതിനൊന്നും നമുക്ക് കളയണ്ട. നമുക്ക് ഒന്ന് സമൂസ ചുടുന്നതിന് മുമ്പില്ലേ ആ സൈഡിലുള്ള എല്ലാ ഷീറ്റിനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് അതിന് നല്ല പാങ്ങല പൊടിച്ചിട്ടില്ലേ നമ്മളെ മസാലൻ്റെ ഒക്കെ ഇടണം. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ അത് സമൂസൻ്റെ ഈ ഓർഡറിൻ്റെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ പക്ഷേ ഇപ്പോൾ പഠിച്ചല്ല, പണ്ട് എൻ്റെ ഉപ്പ സമൂസ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ട്. ഉപ്പ സൗദിയിലെല്ലാം ഉണ്ടാക്കുന്നത് അങ്ങനെയാണെന്ന് നിലയിലിട്ട്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ബാക്കിയുള്ള ഷീറ്റിനെല്ലാം ഉപ്പ് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കും. അതിനെ നല്ല പാങ്ങല പൊടിച്ചെടുക്കണം. എന്നിട്ട് ഈ ഷീറ്റിലേക്ക് നമ്മളെ മസാലയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാന്ന് പറഞ്ഞാൽ അതിന് എന്താ ഈ സൈഡ് പോയതെന്തും ഇനി നമ്മൾ വേസ്റ്റ് ആക്കണമെന്നിട്ടില്ല. ഇതിനല്ല നമ്മൾ സമൂസ മസാല ആക്കുമ്പോൾ കയ്യിലേക്ക് ഇട്ടാൽ മതി. ഓക്കെ,
അപ്പോൾ അതായത് ഞാൻ 4 സൈഡും ഞാനിങ്ങനെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ 4 സൈഡ് എടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ ഇനി അളവെടുക്കുന്നത് എങ്ങനെ അറിയോ, ഇനി നമ്മൾ ഒരു നല്ല റെട്ടെല്ലാം ഉണ്ടാകുന്നില്ലേ, അതിനെല്ലാം ഒരു അളവിൽ ഒരു ഷീറ്റ് പോലെ മുറിക്കുക. എന്നിട്ട് അതിനെ വെച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ വിരലിൻ്റെ ഒരു അടയാളം ആ ഒരു എന്താ വെച്ചാൽ വോയിസ് കൊടുക്കുമ്പോൾ കിട്ടുന്നുമില്ല, ആ വിരലിൻ്റെ ഒരു അളവിൽ ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. പക്ഷേ ഇത് വേണ്ട, നമുക്ക് നാളെ മുതൽ ഒരു ഷീറ്റ് റെഡിയാക്കണം, ഒരു റെട്ടിൻ്റെ മറ്റു പീസ് അത് വെച്ചിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുത്താൽ മതി. ഓക്കെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാണ്ടെന്ന് അറിയോ, നമ്മളെ നല്ല മൂർച്ചയുള്ള കത്തിയൊന്നും ഇനി യൂസ് ആക്കണ്ട. എന്തെങ്കിലും നമ്മൾ ഈ ഷീറ്റ് ചൂടോടെ കട്ടാക്കുന്നല്ലേ, അപ്പോൾ മൂർച്ച പോകുന്ന എൻ്റെ 2-3 കത്തി അങ്ങനെ പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഉള്ളി മുറിക്കുന്ന കത്തിയിലൊന്നും ഇതിനെ കട്ടാക്കിയിട്ടുണ്ടാവേ, അത് അതിൻ്റെ മൂർച്ച നല്ല പോലെ പോകുന്നുണ്ട്. നമ്മൾ യൂസ് ആക്കാണ്ട് വെക്കുന്ന കുറേ കത്തി ഉണ്ടാവുമല്ലോ നമ്മളടുത്ത്, അതിൽ കട്ടാക്കിയിട്ട് എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇത് ഷീറ്റ് മുറിക്കാൻ തന്നെ ഒരു കത്തി നിങ്ങൾ മാറ്റി. പിന്നെ ഒരു കാര്യം എന്താ പറയുക, കുറേ ആൾ മഹദിന് ഇഷ്ടം ഫാൻസ് എന്നല്ല എല്ലാവരും ഇങ്ങനെ പറയുന്നത്, കുഞ്ഞല്ലേ പറയുന്നുണ്ട്. അപ്പോൾ ഈ കമൻ്റ് അടിച്ച് പിള്ളമാർ ചോദിക്കുന്നുണ്ട് മഹദിനെ മാത്രമേ ഇഷ്ടം, അപ്പോൾ ഞങ്ങൾ ഇഷ്ടമില്ല ഉമ്മാൻ്റെ സബ്സ്ക്രൈബേഴ്സിനെന്നല്ലോ. അല്ലേ നിങ്ങളെല്ലാവരും ഇഷ്ടമുണ്ട്, പക്ഷെ മഹദ് ചെറിയൊരു ബേബിയല്ല, അതുകൊണ്ട് പറയുന്നതല്ല. അതിൽ പിള്ളമാർ എന്നല്ല എൻ്റെ വിഷയം ഭയങ്കരത്തിലറിഞ്ഞ അങ്ങനെ. അപ്പോൾ അതാ ഷീറ്റെല്ലാം ഞാനിങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഷീറ്റിന് എത്ര. ഞാൻ KGക്ക് 200 കൊടുക്കൽ. കാരണം നല്ല പണിയുണ്ട്, ഈ ചൂടല്ലേ, നല്ല ചൂടത്ത് ഉണ്ടാക്കാനും നല്ല പണിയുണ്ട്. പക്ഷെ ഞാൻ അങ്ങനല്ല, ഫാൻ ഇട്ടിട്ട് ഉണ്ടാക്കുമോ. പക്ഷേ ഈ പൊടിയെല്ലാം ഇങ്ങനെ പരത്തുമ്പോൾ കുഴക്കുമ്പോൾ ഫാൻ നമുക്ക് എന്തെങ്കിലും ഓഫാക്കണ്ടേ, അതാണ്. ബാക്കി ഞാൻ പിന്നെ പറയാം. അപ്പോൾ അതാ മിതാതും ഇല്ലേ ഇന്ന് ഫസ്റ്റ് എക്സാമിന് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. SSLC ആണ് എക്സാം. അപ്പോൾ ഞാൻ പെണ്ണെല്ലാം ദുആ ഇരുന്നിട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. നല്ല പാങ്ങല എഴുതിയിട്ട് പോകാൻ നല്ല ചെലിട്ട്. അപ്പോൾ എല്ലാവരും ദുആർക്കണം. എൻ്റെ മോന് മാത്രമല്ല എല്ലാവരും മക്കളും നല്ല പാങ്ങല പഠിച്ചിട്ട് നല്ല മാർക്ക് കിട്ടിയിട്ട് നല്ല ഫസ്റ്റ് കിട്ടാൻ ദുആർക്കണം. ഓക്കെ. എല്ലാവരും മക്കളും നല്ല മാർക്കോടെ പാസ്സാട്ടല്ലേ. ഈ നോമ്പെല്ലാം നോക്കിയിട്ട് മക്കൾ പഠിച്ചിട്ട് വെയിലത്തെല്ലാം പോയിട്ട് പഠിക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും നല്ല മാർക്കോടെ പാസ്സായിട്ട് എല്ലാ മക്കളും നല്ല പാങ്ങല പഠിക്കാൻ വരുന്നിട്ട് കുത്തിയിരുന്നിട്ട് പഠിക്കുക. കുറച്ച് ദിവസം നിങ്ങളെ ഫോണെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് എക്സാം കഴിയോളം നിങ്ങൾ പഠിക്കാൻ തന്നെ നിൽക്കാവും. ഞാൻ മിതാദിനോടെല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. മാഷാ അല്ലാഹ് മിതാദ് ആവശ്യത്തിന് പഠിക്കുന്നുണ്ട്, ഓവർ പഠിപ്പിയൊന്നുമല്ല, എന്നാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ കണക്കിനുള്ള പഠിക്കുന്നുണ്ട് അങ്ങനെ. പിന്നെ ഉപ്പ ഒന്നും വലിയ പഠിപ്പിയല്ലല്ലോ, നല്ല മകളെ പഠിക്കാൻ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അങ്ങനെ. അപ്പോൾ മോന് പോയിട്ടുണ്ട്. അതിന് ബാക്കിയുള്ളതെല്ലാം ഞാനിങ്ങനെ തൂക്കിയെടുക്കുന്നുണ്ട്. ഓരോരാളെ 1/2 കിലോ, ഒരാൾ 1 കിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിനല്ല ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് കിലോ 200 പിന്നെ 1/2 kg 100 അങ്ങനെ. അപ്പോൾ എത്ര ഷീറ്റ് വരും എന്നല്ല ചോദിക്കുന്നുണ്ട്. അതിന് 1 കിലോയിൽ 60, 63, 65 അങ്ങനെയല്ലേ വരുന്നു പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ പിന്നെ എന്താ ഞാൻ പറയുന്നത്, ഞമ്മ ഫാൻ ഇട്ടിട്ടല്ല മുറിക്കലാന്ന്. പിന്നെ ഈ പരത്തും ഇതാക്കുമ്പോൾ ഫാൻ ഓഫ് ആക്കുമ്പോൾ നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് കിച്ചണിൽ തന്നെ ഒരു AC വെക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അറിഞ്ഞാൽ. അത്രയ്ക്കും ചൂടല്ലേ, ഇനി ചൂട് കൂടിക്കൊണ്ട് പോകുന്നതല്ലേ അങ്ങനെ. അപ്പോൾ പിന്നെന്ത്, അപ്പോൾ അതാ ഓർക്കുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. എപ്പോഴും ഞാൻ പറയുന്ന പോലെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നോക്കണവേ. അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടാൻ എന്തായാലും മടിക്കണ്ട. ലൈക്കും വേണം, കമൻറ്റും വേണം. ഓക്കെ. പിന്നെ നിങ്ങൾ പിരിസവും വേണം. കാരണം ടോമിൻ്റെ അവസ്ഥ നോക്ക് മക്കള്.